ദാറ്റ്സ് ഡേ 1. ഇനി ആകാശം കൂടെ വരാനുണ്ട്. അവൻ്റെ ട്രോഫികളും അവനും. നാളെയല്ലേ നമ്മൾ പോകുന്നത്. സോ ദിസ് ഈസ് ഡേ 2 ഓഫ് അവർ വ്ളോഗ്. ഡേ 1 ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് ആക്ച്വലി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് അവിടെ തന്നെ കയറി പോകാമായിരുന്നു. പക്ഷേ ഞാൻ അന്നേരം എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഞാൻ വീട്ടിലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് ആദർശിൻ്റെ വീട്ടിൽ വന്ന് കൊച്ചിയിൽ നിന്ന് കയറാമെന്ന് പ്ലാനിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ആ ഒരൊറ്റ റീസൺ കാരണം ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് ഇവിടം വരെ ട്രെയിൻ ഓൾറെഡി വിളിച്ചൊന്ന് വരേണ്ടി വന്നു. അതാണ് നമ്മൾ ഡേ 1 ഫസ്റ്റ് ട്രാവൽ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ആദർശിൻ്റെ വീട്ടിലാണുള്ളത്. ആദർശ് നമ്മുടെ കൂടെ ബാംഗ്ലൂരിലോട്ട് വരുന്നുണ്ട്. ആകാശ് ഇവിടെ മടി പിടിച്ച് കിടപ്പുണ്ട്. നീ ഗോൾഡാണോ? ഹിയർ വി ആർ അറ്റ് ദ സ്റ്റേഷൻ. ഓൾമോസ്റ്റ് 15 മിനിറ്റും കൂടെ, അത് കഴിഞ്ഞാൽ വി വിൽ ബി ബോർഡിങ് ദ ട്രെയിൻ. ട്രെയിനിൽ ഓൾറെഡി ഡയമണ്ട് ഫിസിക് അഥവാ MR കണ്ണൻ, പിന്നെ അമാൻ, ആഷി, സ്റ്റീവ് ബ്രോ, അങ്ങനെ കുറച്ച് പേര് അതിനകത്ത് ഓൾറെഡി കയറിയിട്ടുണ്ട്. പിന്നെ ഓൺ ദ ട്രെയിൻ നമുക്ക് വേറൊരു അപ്ഡേറ്റ് തരാനുണ്ട്. അത് ട്രെയിൻ വന്ന് കയറിയിട്ട് പറയാം. ഡിസൈനൊന്നുമില്ല. ആരെ കണ്ട ആവശ്യത്തിന് ചാടി തന്നി വീട്ടുകാരെ കണ്ട് ചീര കൊണ്ടുതരാമല്ലോ. ആ ചീര മേടിക്കാനുള്ള ആവേശത്തിൽ എടുത്ത് ചാടി. എന്തൊരു ടൈമാ നീ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് തരണമെന്ന് പറഞ്ഞിട്ട് നീ ഓടുവാണോ? ഹലോ എവരിവൺ, സോ ദിസ് ഈസ് ഡേ 3 ആൻഡ് നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ടീമിനകത്ത് 2 പേര് അവിടെ മൂലയ്ക്ക് മാറിയിരിപ്പുണ്ട്. സ്റ്റീവ് ബ്രോയും സ്റ്റീവനോട് ആരാ ചെയ്യുന്നത്? ഇർഫാനാണോ? കാർബൊന്നും ഇല്ലാത്തതിൻ്റെ വിഷമത്തിലാണ് പുള്ളി ഇരിക്കുന്നത്. ട്രെയിനിലാണോ കിഴി പൊറോട്ടയുടെ കാര്യം പറഞ്ഞത്? അതെ, ആരോ കിഴി പൊറോട്ട കഴിച്ചതിൻ്റെ സങ്കടത്തിൽ ഇരിക്കുന്നത്. ആ അയ്യോ ഫ്രണ്ടി വന്നിട്ടുള്ള വി ഹാഡ് അവർ വെരി ഫസ്റ്റ് മീൽ. ഞങ്ങൾക്ക് ഒബീസ്ലി ഡയറ്റൊന്നുമില്ല. ഞാൻ ഇവിടെ ഇർഫാന് പിന്നെ ആദർശ് വരുന്നുണ്ടേ. പിന്നെ ഡാർക്ക് ഫാൻറ്റസി അതൊക്കെയാണ് നമ്മുടെ ഡയറ്റ്. പക്ഷേ നമ്മുടെ കൂടത്തിൽ വന്നവർക്ക് എല്ലാവർക്കും ബോയിൽഡ് എഗ്സും അങ്ങനത്തെ കുറച്ച് ഫുഡൊക്കെ ആയിരുന്നു. ആ കടയിൽ നമ്മൾ കയറിയത് തന്നെ അവിടുന്ന് അങ്ങനത്തെ ഫുഡുകൾ മേടിക്കാൻ വേണ്ടി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ നമുക്ക് ബോയിൽഡ് എഗ്സ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്കെല്ലാം പുറത്തുനിന്ന് ബോയിൽഡ് എഗ്സ് മേടിച്ച് കൊടുത്തു. ആൻഡ് നമ്മൾ അവിടെ നിന്നുള്ള കുറച്ച് ഫുഡുകൾ ജസ്റ്റ് മാക്രോസ് മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ ഡയറ്റായിട്ട് തന്നെ ഫിക്സേറ്റഡ് ഒന്നുമില്ല ഇപ്പം. പിന്നെ നമ്മളിപ്പോൾ ഒരു പാർക്കിലാണ് വന്നേക്കുന്നത്. ഈ പാർക്കിൽ അവർക്ക് ഒത്തിരി സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സ്റ്റെപ്പ് കൗണ്ട് എന്നല്ല, കാർഡിയോ ബേസ്ഡ് ഒന്നും പറയാം. സ്റ്റെപ്പ് കൗണ്ട് ആയിട്ടൊന്നും തോന്നുന്നില്ല, ടൈം വെച്ചാണ്. അപ്പോൾ അവർ ഈ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഇർഫാൻ അവൻ്റെ പണി തുടങ്ങി, അവനുള്ള ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ പാർക്കിൽ നമുക്കിങ്ങനെ സൈഡിലായിട്ട് ഒരു കുറച്ച് വാക്കിംഗ് സ്പേസ് കിടപ്പുണ്ട്. ഈ വാക്കിംഗ് സ്പേസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അത്ലീറ്റ്സ് ഇതിലേ കൂടെ കാർഡിയോ ചെയ്യുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ്ടേ ആഷി ഇതിലേ കൂടെ പോകുന്നുണ്ട്. പിന്നെ എന്ത് അങ്ങ് ബാക്കിൽ ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല, പക്ഷേ അങ്ങ് ബാക്കിൽ ഇങ്ങനെ ഈ വരുന്ന ആളുടെ ഒക്കെ ബാക്കിൽ വരുന്നത് സ്റ്റീവ് ബ്രോയ്, അതുപോലെ അതിൻ്റെ ബാക്കിൽ ജൂഡ്സൺ, അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യട്ടെ. പിന്നെ നമ്മൾ വന്ന് ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയം ഒത്തിരി കഴിഞ്ഞാണ്. പക്ഷെ നമ്മൾ ഇച്ചിരി വന്നത് ഇച്ചിരി നേരത്തെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ചിരുന്നത് അവിടെ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് എന്നിട്ട് ഇവർ നടക്കാൻ പോകുന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ചെക്ക് ഇൻ ചെയ്യാൻ ഡിലേ ഉള്ളതുകൊണ്ട്
നമ്മളിപ്പം സ്റ്റെപ്പ് കൗണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏറെക്കുറെ 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെക്കിൻ ടൈം ആകാറാകും. അന്നേരം നമ്മൾ ഇവിടുന്ന് എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം വിൽ ബി ഫ്രം ദ പ്ലേസ് വി ചെക്ക് ഇൻ. അവർഷം ഒരു കമ്പാക്കൊക്കെ അടിക്കണ്ടേ? അടിക്കും, സമയമാവട്ടെ. ഇപ്പോൾ നമ്മൾ റീഹാബിൻ്റെ ടൈമാണ്, അപ്പോൾ നമ്മൾ ബോഡിക്ക് ടൈം കൊടുക്കണം അല്ലേ? ആകാശം റീഹാബിലല്ലേ? അവൻ റീഹാബൊന്നുമല്ല, റെസ്റ്റിലാണ്. ഉമ്മാരുടെ എല്ലാം പ്രിപ്പിനുള്ള ഏരിയ ആണിത്. നീ പറഞ്ഞ നമ്മളിപ്പോ മസാല ഇടാത്ത ചിക്കൻ ഉണ്ടാക്കുകയാണ്. കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. മസാല ചിക്കൻ ചുവന്നിരിക്കുന്നു. മസാല മൊത്തം ചുവന്നിരിക്കുന്നു. ഇങ്ങനെ കാർഡിയോ ഉണ്ട്. ആൻഡ് നമ്മളിവിടെ വേറെ ആർക്കാ വർക്കൗട്ട് പറഞ്ഞ അമന് വർക്കൗട്ടും ഉണ്ട്. ബാക്കി ആർക്കും വർക്കൗട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ചുമ്മാ പോകുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫുൾ ബോഡി ഒരു വർക്കൗട്ട് ചെയ്യാമെന്ന് ഓർത്തു. മാത്രമല്ല ഈ കാണുന്നത് ആദർശിൻ്റെ ZV-1. ഇതിൽ ഞാനിതുവരെ വ്ളോഗ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഇൻബിൽട്ട് ND ഫിൽറ്ററും അതുപോലെ തന്നെ അപ്പർച്ചർ ലെങ്ത് 1.8 വരെ ഏറ്റവും താഴെ വരെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാമറ നമ്മൾ നേരത്തെ യൂസ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ ഓസ്മോ പോക്കറ്റ് 3ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഞാൻ വെച്ചിരുന്നത് ഒന്നേ പോക്കറ്റ് 3 അല്ലെങ്കിൽ ഇതൊന്നായിരുന്നു. അപ്പോൾ സെയിം കളർ ഗ്രേഡിങ് എങ്ങനെയുണ്ട്, വ്ളോഗ് എടുക്കാനുള്ള മൊത്തത്തിലുള്ള ഒരു ആക്യുറസി എങ്ങനെയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മളിപ്പം ഈ ഒരു ക്യാമറ എടുത്തുകൊണ്ട് പോകുന്നത്. സോ വി വിൽ ബി വെയിറ്റിംഗ് ഫോർ വൺ മോർ പേഴ്സൺ. അത് ഐറിൻ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാണ്. ടീമിനകത്തുള്ളത് തന്നെ, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാരണം. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ഇത്രയും പേര് പോകുന്നതാണ്. സോ ദാറ്റ് വിൽ ബി എ വ്ളോഗ് ആൻഡ് ഐ വിൽ ബി ടെസ്റ്റിംഗ് ദിസ് എൻ്റയർ ക്യാമറ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റയർ വീഡിയോസ് ഈ വ്ളോഗ് സെഷൻ മൊത്തം ഈ ഒരു ക്യാമറയ്ക്കകത്തായിരിക്കും. നമ്മൾ പ്രീ വർക്കൗട്ടിന് ഷേക്കർ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം കുലുക്കി അടിക്കാൻ പോവാ. ഹാഫ് സ്കൂപ്പ് എടുത്താൽ മതിയോ? ഉറപ്പല്ലേ? ഫ്രൂട്ട് പഞ്ച് ഒരു 3/4 എടുക്കാം. ഹാഫ് പോലെ ദൈവമേ. കുറച്ച് നാളായി കുലുക്കി അടിച്ചിട്ട്. ഈ പള്ളിപ്പെരുന്നാളൊക്കെ പോയിട്ട് കുറച്ചായി. അത് ഇതിന്റെ സൈസ് ശരിയല്ല. ഇതൊക്കെ നടുക്കട്ടാണല്ലോ. ഇങ്ങനെ വിളിക്കാൻ ഓവറാക്കണോ? എന്തൊക്കെ എനിക്കിങ്ങനെ കുറച്ച് പുലിക്കടന്നൊക്കെ ഉണ്ട്, പക്ഷെ വേണ്ട. ഈ സാധനം നനഞ്ഞു കേട്ടോ. ജ്യൂസ് കുടിക്കണമല്ലോ, ഉണ്ടായാലും സുഖമുണ്ട്. നമ്മൾ ഷിഹാസ് ബ്രോയുടെ ബന്ധത്തിൽ പറഞ്ഞൊരു ജിമ്മിൽ നമ്മൾ വന്ന് വർക്കൗട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. വർക്കൗട്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ഹെവി വർക്കൗട്ടൊന്നുമില്ല. ഇവർ വർക്കൗട്ട് ചെയ്യാൻ വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൂടെ വന്നു എന്ന് മാത്രം. അപ്പോൾ വർക്കൗട്ടായിട്ട് പറയാൻ ഞാൻ ജസ്റ്റ് ഒരു ഫുൾ ബോഡി റൺ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ജിം അത്യാവശ്യം ഈസ് വെരി എസ്തെറ്റിക്കലി പ്ലീസിങ്. പിന്നെ കാർഡിയോ മാത്രം ചെയ്യാൻ വന്ന ഫിസിക്കുകളൊന്നും നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതല്ല, അതുകൊണ്ട് നത്തിങ്. പിന്നെ അവിടെ ഒരാൾ അങ്ങോട്ട് പോയി ഇല്ലേ, ഐറിനെ നിങ്ങൾ നേരത്തെ കണ്ടതാണ്. സോ ദിസ് ഈസ് ഓൾ ദ എക്യുപ്മെൻറ്റ്സ് ആൻഡ് തിങ്സ് ഹാവ് ഹിയർ. എല്ലാം നല്ല രസമുണ്ട്. സോ വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് സെഷൻ സോൺ. പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന 3 days സ്പ്ലിറ്റ് ഉണ്ട്, അതായിരിക്കും നമ്മളിപ്പോൾ ഇവിടെ റൺ ചെയ്യാൻ പോകുന്നത്. So Aman has also joined us and here നമ്മളധികം ഹെവി ഒന്നും പോകുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് യു ഡോണ്ട് റിമെമ്പർ ഓർ ഇഫ് യു വാച്ചിങ് ദിസ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം, എനിക്കിപ്പോൾ ഒരു ജോയിൻറ്റിന് ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഓവർഹെഡ് എന്ത് വർക്കൗട്ടുകൾ പോയാലും ഇറ്റ്സ് എ ബിറ്റ് ഹാർഷ് ഓൺ മൈ ജോയിൻസ്. സോ ഞാനിപ്പോൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവർഹെഡിൻ്റെ ട്രൈസെപ്സ് ആണെങ്കിലും ഓവർഹെഡ് ഷോൾഡർ ആണെങ്കിലും ദർ ഹീസ് കാണാം. ചെറുതായിട്ട് കണ്ണടിക്കാതിരിക്കുന്നതാണ്. വാ, ഹലോ ഗൈസ്. അധികം കണ്ടീഷൻ കാണിക്കണ്ട, സർപ്രൈസ്. അതെ, നേരത്തെ നിങ്ങൾ കണ്ടല്ലോ ഐറിൻ കുളിക്ക് സർബത്ത്. എടാ നീ അറിഞ്ഞില്ല, ഞാനൊരു സാധനം കാണിക്കാം. ഒരു
അതെ, ഒരു കുലുക്കി അടിച്ച കഥ. So we will do just one more set and that will be with 20 kilogram. എന്തോ അല്ല ഇവിടെ ചെയ്യുന്നില്ല. അല്ല അതിപ്പോ കുഴപ്പമില്ല, ഇടയ്ക്കൂടെ പോയാലും ചെയ്യുന്നില്ല. നമ്മൾ ഹിപ്പ് ത്രസ്റ്റ് 80 kg വരെ ചെയ്തിട്ടുള്ളത്. 90 kg ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ച് ഞാൻ 85 മതിയെന്ന് വിചാരിച്ചു. പിന്നെ 90 നോക്കാം, പോയില്ലേ ഓക്കെ. ഒരു 6 reps, ഒരു 5 seconds റെസ്റ്റ്, 2 reps കൂടെ 8 reps പോകും നോക്കാം. 6 reps എന്തായാലും പോണം നോക്കാം. ഇനി ഇതൊക്കെ റീറാക്കിയാണല്ലോ എന്ന് ഓർത്തിട്ടാ അമ്മ ഇവിടെ കാര്യം കിടന്ന് ഉറങ്ങായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും തന്നെ വർക്കൗട്ട് കഴിഞ്ഞു. വാസ് ജസ്റ്റ് ഡൂയിങ് കാർഡിയോ. പക്ഷേ ഇതിൽ ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ജിമ്മല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 1 മണിക്കൂർ കാർഡിയോ ആണ് മനുഷ്യൻ 20 മിനിറ്റ് ഇട്ടിട്ട് 20 മിനിറ്റ് ഓഫാക്കുന്നു, വീണ്ടും 20 മിനിറ്റ് ഇടുന്നു. അവർ വന്ന് നോക്കുമ്പോൾ 20 മിനിറ്റ് ആയതല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവർ നോക്കിയിട്ട് പൊക്കോളൂന്ന്. നമുക്കിത് ജിമ്മ് തന്നതിന് നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യാൻ പോവുകയാണല്ലോ എന്നൊക്കെ ഓർത്ത് അറിയാവുന്ന ആളായതുകൊണ്ടാണ് തന്നത്. പിന്നെ പുള്ളി അവിടെയും മാന്യതയൊക്കെ കാണിക്കുന്നു. കാരണം ഞാനൊരു ജിം ട്രെയിനറാണ്, അപ്പൊ എനിക്കറിയാം ഇതിനെ പറ്റി. നിങ്ങൾ ഇറക്കി വിടും, ഇവിടെ ഉള്ളവർ അങ്ങനെയല്ലെന്ന്. ടെസ്റ്റ് ചെയ്തതിന്റെ ക്ഷീണത്തിലാന്ന് തോന്നുന്നു.
അവിടെ അവിടെ ഫോണൊക്കെ വിളിക്കൊണ്ടിരിക്കുക. അവനവിടെ അപ്പർ ബോഡി സെഷൻ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വന്നവനാ. അവൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു, ഞങ്ങളുടെ കാർഡിയോ കഴിഞ്ഞു, ഇവിടുത്തെ ലെഗ് വർക്കൗട്ടും കഴിഞ്ഞു. ആൻഡ് ഹിയർ വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് കർണാടക സ്റ്റേറ്റ് ഹോക്കി അസോസിയേഷൻ. അതെ, അത് തന്നെ, KSHA. ഫൈനലി വി ആർ ബാക്ക് ഹോം. ആൻഡ് അവരെല്ലാം അവിടെ അവരുടെ ഫുഡ് പ്രിപ്പ് ചെയ്യുന്നു. എടാ നിങ്ങളുടെ കഴിഞ്ഞാണോ ഫുഡെല്ലാം കഴിഞ്ഞാണോ? യുമാരനാ കുക്ക് ചെയ്യുന്നത്? കുക്കിങ്ങിലാണോടാ? ചൂടാക്കി കഴിക്കാൻ പോകണം. ദാറ്റ്സ് ഗ്രേറ്റ്. ഇവിടെ ഓൾറെഡി പ്രിപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നോ? ഞാൻ ഉച്ചയ്ക്ക് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ആ വന്നോ? ഏത് റൂമില്? ഇതുവരെ നമ്മൾ മാത്രമേ ഉള്ളൂ. ആ പോകോ ഇവനെ എങ്ങനെയാ അവനെ ഉറക്കെടുത്തുകൊണ്ട്? അൺഫോർച്ചുനേറ്റ്ലി അവനെ നടുവേദന വീണ്ടും വന്നു. കുറച്ച് നേരം പോസിങ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചപ്പം അത് വീണ്ടും തിരിച്ചു വന്നു. സോ നമ്മൾ ഈ ഒരു താഴെ ഉണ്ടായിരുന്ന റൂം അവന് കൊടുത്തിട്ട് അവന്മാർ മേളിലോട്ട് പോവുക. ബൈ ബൈ. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് 3 പേർക്കും ഫുഡ് ഓർഡർ ചെയ്യാൻ. ഹായ്, നിനക്കെന്നാ വേണ്ട? നിനക്ക് വേണോ അത് ഫുഡ്? എടാ പറയടാ, നീ എന്തിനാ ഇങ്ങനെ മാറി നടക്കുന്നേ? ഫുഡ് ഞാൻ കരട്ടി വെച്ചതാ. ഫുഡ് ഓർഡർ ചെയ്യണ്ടേ? അപ്പൊ നീ രാത്രി ഒന്നും കഴിക്കുന്നില്ലേ? മൈക്ക് വേണ്ടേ? ഡയമോൻ ഇപ്രാവശ്യം അടിക്കും, നീയും അടിക്കും.